ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മിന്നും ജയം. ഒഡീഷയെ 2-നെതിരെ 3 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. നോവ സദോയുടെ ഇഞ്ചുറി ടൈം ഗോളിലാണ് ജയം ഉറപ്പിച്ചത്. 16 കളികളിൽ നിന്ന് 20 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് പക്ഷേ ഇപ്പോഴും 8ാം സ്ഥാനത്താണ്. അഞ്ജലി ശ്രീജിതാരാജ് ചേരുന്നു ആ സന്തോഷ വാർത്തയുമായി. അഞ്ജലി, വെരി ഗുഡ് ഈവനിങ്. ഈ വാർത്താ സായാഹ്നത്തിൽ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. അഞ്ജലിയുടെ മുഖത്ത് തന്നെ ആ സന്തോഷമുണ്ട്, ചിരിയിലെല്ലാം ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചിരിയാണ്, കാത്തിരുന്ന് കിട്ടിയ ഒരു ചിരിയാണ്. എങ്ങനെയായിരുന്നു മിന്നും പ്രകടനം അഞ്ജലി? അരുൺകുമാർ, അതിയായ ആവേശത്തോടെയാണ് ഞാൻ ഈ ആരാധകർക്ക് ചുറ്റും എന്താ പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? നല്ല കളിയാണ്. ജെമിന സാർ ഇറങ്ങിയതിനു ശേഷമാണ് ഏറ്റവും അടിപൊളിയായി കളിച്ചത്. അതെ അരുൺകുമാർ, അത്രമാത്രം ആവേശത്തിലാണ് ആരാധകരെല്ലാം ഉള്ളത്. മിന്നും ജയം എന്ന് തന്നെ പറയാൻ കഴിയും. ഒഡീഷയെ 2-നെതിരെ 3 ഗോളുകൾക്കാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ജയം ഉറപ്പിച്ചത് നോവ സദോയുടെ ഇഞ്ചറി ടൈമിലെ ഗോളാണ്. അത്രമാത്രം എങ്ങനെയാണ് ഒഡീഷ ഇന്നത്തെ കളി പോരാ. തുടക്കത്തിൽ നന്നായി കളിച്ചെങ്കിലും പിന്നെ കളി മോശമായിപ്പോയി. ബ്ലാസ്റ്റേഴ്സ് പൊളിച്ചു. ഒഡീഷ പോട്ടെ. എന്ത് ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പട വലിയൊരു വിഷമത്തിലായിരുന്നു. ഭയങ്കര ആശങ്കയാണ്. ഈ കളി കണ്ടിന്യൂ കളിച്ചിട്ടുണ്ടെങ്കിൽ കളി ജയിക്കും. നമ്മുടെ കേരളത്തിൽ കണ്ടിന്യൂ കളിച്ചിട്ടുണ്ടെങ്കിൽ കളി ജയിക്കും. ഈ കളിയുടെ സെയിം കളി അത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ജയം, ഈ ഒരു വിജയം മുന്നോട്ടേക്കും ഉണ്ടായാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഞങ്ങളാരും പ്ലേയേഴ്സിനെതിരെ അല്ല, മാനേജ്മെന്റിനെതിരെ. അവര് മുന്നേ ചെയ്തു വെച്ച കുറെ മോശം ഡിസിഷൻസിനെതിരെയാണ് നിൽക്കുന്നത്, ഒരിക്കലും പ്ലേയേഴ്സിനല്ല. അപ്പൊ അതിന്റേതായ റിസൾട്ട്, അവരുടെ വേർപ്പ് അത് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. മഞ്ഞപ്പടയുടെ ഈ വിമർശനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ കളിച്ചതിന്റെ ഫലമാണ്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ പ്ലേയേഴ്സിന് വേണ്ടി മാക്സിമം സപ്പോർട്ട് ചെയ്യും. മാനേജ്മെന്റിനെതിരെ ആയിരുന്നു. അവരുടെ പ്ലേയേഴ്സ് കളിക്കട്ടെ, അവർക്ക് കളിക്കണം. നമുക്ക് വേണ്ടത് കപ്പാണ്. നിങ്ങൾ പ്രതിഷേധിക്കാൻ വന്നിട്ട് പോലീസ് പ്ലേയേഴ്സിന്റെ നല്ല കളി അതിവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അത് ഒഡീഷ പോലുള്ള സ്ട്രോങ്ങസ്റ്റ് ടീമിനെതിരെ എന്ന് മാത്രമല്ല, ജനുവരി ട്രാൻസ്ഫർ പറഞ്ഞിട്ട് 13 ദിവസം ഇത്രയും മോശമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ നല്ല ഉഷാറായിട്ട് കളിച്ച കളി. ഞാൻ ജനുവരി ട്രാൻസ്ഫർ എല്ലാരും ഷെയർ ചെയ്ത് നല്ല പ്രോത്സാഹനം കൊടുക്കും. ടീമിനെല്ലാം മോട്ടിവേഷൻ കൊടുക്കും. അത്രമാത്രം ആശങ്കയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. മാനേജ്മെന്റിനെതിരെ ആയിരുന്നു ഇവരുടെ പ്രതിഷേധമെല്ലാം. പക്ഷേ ഈ കളിക്കാരെ ഏത് രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആരാധകരെല്ലാം ഇവിടേക്ക് എത്തിയത്. അത്രമാത്രം എന്താണ് ഇവരുടെ സന്തോഷം? ഓക്കെ, താങ്ക് യു അഞ്ജലി, താങ്ക് യു. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ രാത്രിയിൽ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിന് ഒരു വലിയ പുഞ്ചിരി സമ്മാനിച്ചതിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നോവ സദോയിക്ക് ഒക്കെ തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.